Good morning students. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ആ യൂണിറ്റ് ആണ്. അപ്പം വാട്ട് ഈസ് സെർവർ? അത് നമ്മൾ സെർവർ എന്താണെന്ന് നോക്കാം. സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവർ ഈസ് എനി കമ്പ്യൂട്ടർ യൂസ് ടു പ്രസൻറ്റ് ഫയൽസ് ഓർ മേക്ക് പ്രോഗ്രാംസ് അവൈലബിൾ ടു അതർ കമ്പ്യൂട്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ത്രൂ എ നെറ്റ്വർക്ക്. അതായത് നമുക്ക് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു സെർവർ എന്ന് പറഞ്ഞാൽ ഒരു ഫയലാണ്. ഓക്കെ, ഒരു ഫയൽസ് ആണ്. മേക്ക് പ്രോഗ്രാംസ്, നമ്മൾ കുറേ പ്രോഗ്രാംസ് മേക്ക് ചെയ്ത ഒരു ഫയലാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നെറ്റ്വർക്കിലൂടെ നമ്മളത് ഷെയർ ചെയ്യുക ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയൽസിനാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അത് നമ്മൾ ലാന്, വാന് അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം നെറ്റ്വർക്കിൻ്റെ ഒരു യൂസേജ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടറിലേക്ക് ഫയൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സ്പീഡ്, നമ്മൾ ആക്യുറസി ഒക്കെ നോക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് സെർവർ എന്ന് പറഞ്ഞാൽ? എ സെർവർ ഈസ് എ പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. അതായത് കമ്പ്യൂട്ടറിൽ സെർവർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആയിട്ടും സോഫ്റ്റ്വെയർസ് ആയിട്ടും ഉണ്ടായിരിക്കാം. ദാറ്റ് എൻഡോസ് വിത്ത് ഫങ്ഷണലി ഫോർ അതർ പ്രോഗ്രാംസ് ഓർ ഡിവൈസസ് കോൾഡ് ക്ലയൻറ്റ്സ്. അതാണ് സെർവർ എന്ന് പറഞ്ഞാൽ. ഇതിന് നമ്മൾ വെബ് സെർവർ എസെൻഷ്യൽ, എന്താണ് നമുക്ക് സെർവറിൻ്റെ ആവശ്യകത എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ്? ഒരു സെർവറിൻ്റെ ആവശ്യകത എന്താണ്? നമുക്ക് ഫോർ മോസ്റ്റ് വർക്ക് ഓഫ് വെബ് സെർവർ കമ്പ്യൂട്ടർ ഈസ് ടു ആക്ട് ഇൻ റെസ്പോൺസ് ടു റിക്വസ്റ്റ് ഫ്രം വെബ്സൈറ്റ് ക്ലയൻറ്റ്സ് കമ്പ്യൂട്ടേഴ്സ്. ദ ത്രീ മെയിൻ എലമെൻറ്റ്സ് ഓഫ് വെബ് സെർവർ: ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് വെബ് സെർവർ സോഫ്റ്റ്വെയർ. അതായത് വെബ് സെർവർ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡാറ്റ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ്, ഒരു വെബ് സെർവർ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് സെർവേഴ്സ് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്? സ്റ്റാറ്റിസ്റ്റിക് വെബ് സെർവർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റാക്ക് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് എൻ HTTP സെർവർ. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് സെർവർ. ദെൻ ഡൈനാമിക് വെബ് സെർവർ, പിന്നെ ഫയൽ സെർവേഴ്സ്, പ്രിൻ്റ് സെർവേഴ്സ്, ഡാറ്റാബേസ് സെർവർ. ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് വെബ് സെർവേഴ്സ് ഉള്ള. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് സെർവേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കും ഡൈനാമിക്കും ഫയലും ദെൻ പ്രിൻ്റ് ആൻഡ് ഡാറ്റാബേസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ the foundational software on a server is the operating system. അതായത് ഒരു സെർവറിൻ്റെ ഫൗണ്ടേഷൻ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കോമൺലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് ദ ബേസിക്സ് ഓൺ വിച്ച് എവറിത്തിങ് എൽസ് യൂസ് റൺസ്. Without any operating system, the server is just a collection of electronics that does not identify how to communicate with the rest of the humankind. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ആ സെർവർ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആയിരിക്കും. അതല്ലാതെ അതിന് നമുക്ക് വേറൊരു ഹ്യൂമൻ കൈൻഡ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ലിനക്സ്, വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെയാണ് നമ്മളെ മെയിൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ദെൻ വെബ് സെർവർ ഹാർഡ്വെയറെ കുറിച്ച് നോക്കാം. വാട്ട് ഈസ് മീനിങ് ഓഫ് ഹാർഡ്വെയർ സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ആക്ച്വൽ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ദ വെബ്സൈറ്റ് ഡാറ്റ ആൻഡ് ഡെലിവേഴ്സ് ഇസ് ടു വെബ്സൈറ്റ് visitors that they demand it by click on website. These big computers are housed in data centers that are manned by a grant. അതായത് മീനിങ് ഓഫ് ഹാർഡ്വെയർ സെർവർ എന്ന് പറഞ്ഞാൽ
വെബ്സൈറ്റ് ഡാറ്റേൻ്റെ കളക്ഷൻ അതിൻ്റെ ഡെലിവേഴ്സ് ഓഫ് ഡാറ്റാസ് ആണ് എന്ത് ഹാർഡ്വെയർ സെർവേഴ്സിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലാനിങ് ഫോർ ഹാർഡ്വെയർ ക്യാപ്പബിലിറ്റി നെസസിറ്റി ഫോക്കസിങ് ഓൺ ദ ഹോൾ ലോഡ് ഫ്രം സെർവർ ടു ഫ്രെയിം നെറ്റ്വർക്ക്. ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ ടേംസിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാവും. അല്ലാതെ നോർമലി നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ MSME, SME, HTTP ഇതൊക്കെയാണ് നമ്മളെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ 3 മെയിൻ ഹാർഡ്വെയർ കമ്പോണൻസ് ടു ഹാർഡ്വെയർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹാർഡ്വെയർ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാണ്? CPU, പ്രോസസ്സർ, മെമ്മറി, പിന്നെ ഹാർഡ് ഡ്രൈവ്, ഇതൊക്കെയാണ് ഹാർഡ്വെയർ കമ്പോണൻസ്. ഓക്കെ. സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന ഡാറ്റാസ് ഒക്കെയാണ്. അതായത് വെബ്സൈറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? HTML, CGI, API അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ കമ്പോണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് വെബ്സൈറ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പം എന്തൊക്കെ നോക്കി. ഇനി നമ്മൾ നോക്കുന്ന മെയിൽ സെർവർ. മെയിൽ സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? മെയിൽ ID ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ. അപ്പം മെയിൽ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ മെയിൽ സെർവർ ഈസ് എ സെർവർ ദാറ്റ് ഹാൻഡിൽസ് ആൻഡ് ഡെലിവേഴ്സ് ഇമെയിൽ ഓവർ നെറ്റ്വർക്ക്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ആൾക്കും വേറൊരാൾക്ക് ഡാറ്റാസ് പാസ് ചെയ്യാം ത്രൂ Gmail വഴി. മെയിൽ ID ഒരു മെയിൽ ID ഉണ്ടായിരിക്കും നമുക്ക്. www. എല്ലാവർക്കും ഒരു മെയിൽ ID ഉണ്ടായിരിക്കും. ആ മെയിൽ IDയിലൂടെ നമ്മളെ ഡാറ്റാസ് സെർവ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. മെയിൽ സെർവർ ആയിരിക്കും അത്. അതാണ് ഈ മെയിൽ സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന പേരാണ് മെയിൽ സെർവേഴ്സ്. മെയിൽ സെർവർ ക്യാൻ ഓൾസോ ഡെലിവേഴ്സ് ഇമെയിൽസ് ടു ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് ഇമെയിൽസിനെ ഡെലിവർ ചെയ്യുന്നത് ആരായിരിക്കും? ഈ മെയിൽ സെർവേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ. കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും. സോഫ്റ്റ്വെയർസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CPU, RAM അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പിന്നെ സെർവർ എന്താണെന്ന് നോക്കി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടാവുക? വെബ് സെർവർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ.